കൂടുതലൊന്നും നീ മോഹിക്കരുത്. അർച്ചനയുടെ കുഞ്ഞിനെ പെരുമ്പടപ്പ് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ജയന്തിയുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന നടരാജൻ, നിനക്ക് വേണ്ടി ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവളോട് മാത്രമായിട്ട് പറയും. അർച്ചന ഗർഭിണിയാണെന്ന സത്യം നിരഞ്ജനയോട് പറയണമെന്ന് വിശ്വനാഥൻ. കുഞ്ഞിനെ അബോർട്ട് ചെയ്തെന്നുകൂടി പറയും. പറഞ്ഞ അവിടെ തീരും അവരുടെ ജീവിതം. അവൾ എങ്ങും പോയില്ല. അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോകാനെത്തുന്ന ചെവളയിൽ നിന്നും അർച്ചനയെ രക്ഷിക്കുന്ന കാർത്തിയായനി. രാത്രിമഴ തുടരുന്നു. ഇവനൊക്കെ ഈ കാശ് എന്ന് തന്നു തീർക്കുമെന്ന് ഒരു പിടിയുമില്ല. ചേച്ചി, ആ നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. എന്താ ചേച്ചി നോക്കുന്നേ? കടയിലെ ആളുകളുടെ പറ്റുവരവാ. 17,000 രൂപ കിട്ടാനുണ്ട്. കൊറേയൊക്കെ പോക്ക. അല്ല, ചേച്ചി ജനിച്ചതും വളർന്നതും ഒക്കെ ഈ നാട്ടിൽ തന്നെയാണോ? എന്താ ഇപ്പൊ അറിയേണ്ടത്? എന്റെ ജീവിതത്തെ കുറിച്ചാണോ? അതൊരു രാത്രി കൊണ്ടൊന്നും പറഞ്ഞാൽ തീരത്തില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞാ നീ അനുഭവിച്ചത് ഒന്നുമല്ലാന്ന് തോന്നും. ഞാനീ നാട്ടുകാരിയൊന്നുമല്ല. ശരിക്കുള്ള സ്ഥലം ചങ്ങനാശ്ശേരിയാ. തെന്മല വന്നിട്ട് 22 വർഷമായി. ഒരു ലോറി ഡ്രൈവർ കെട്ടിക്കൊണ്ട് വന്നതാ എന്നെ. രായപ്പച്ചേട്ടൻ അങ്ങേരെ അറിയാം. അയാളിപ്പോ എവിടെയുണ്ട്? ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ആരൊക്കെയോ ചേർന്ന് കമ്പത്തിട്ട് വെട്ടിയും കുത്തിയും കൊന്നതാ. അതിനു മുമ്പേ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോ ഒരുപാട് കാലമൊന്നും ഒരുമിച്ച് ജീവിച്ചില്ലേ? അയാളുടെ കൂടെ താമസം തുടങ്ങിയിട്ടാ ഞാൻ അറിയുന്നത് ഞാൻ അയാളുടെ 3ാമത്തെ കെട്ടിയോളാണെന്ന്. 1 മാസം കഴിയും മുമ്പേ അയാളുടെ സ്വഭാവം മാറി. പിന്നെ പലരെയും വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരാൻ തുടങ്ങി. എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ ഞാൻ അയാളുടെ കുടുക്കിപ്പെട്ടു. അവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അയാളെ പേടിയായിരുന്നു. ജീവിച്ചേ തീരുമെന്ന് ഞാനും കരുതി. മാനം പോയാ പെണ്ണ് ആരെ പേടിക്കാനാ? പിന്നെ ആണുങ്ങൾ അവളെ പേടിക്കണം. അന്ന് എന്നെ സഹായിക്കാൻ ധൈര്യം കാണിച്ചത് ആംബ്രോസിന്റെ അമ്മയാ. ഒരു ചായക്കടയിൽ നിന്നാ തുടക്കം. അതിന്റെ മറവിൽ വാറ്റുചാരായും വിറ്റു തുടങ്ങി. അങ്ങനെ കാർത്തിയായനിക്ക് കള്ളു കാർത്തിയായനി എന്ന് പേര് വീണു. ഒന്നും നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതല്ല, വിധി നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുന്നതാ. അല്ല, നീ വലിയ പഠിപ്പുകാരിയാണെന്നല്ലേ കേട്ടത്? എന്നിട്ട് എന്തായി? ഏതോ കാശുകാരന്റെ കൊച്ചിനെയും ചുമന്ന് നിൽക്കാനല്ലേ നിന്റെയും വിധി. ഞാൻ നിന്നെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല, ഒരു സത്യം പറഞ്ഞതാ. ചതിയനാണെങ്കിലും 4 ആളുടെ മുന്നേ വെച്ച് എന്റെ കഴുത്തിലൊരു താലിയെങ്കിലും കെട്ടി. നിനക്കതും ഉണ്ടായില്ല. മാനം പോയാൽ തിരിച്ചു പിടിക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ: പണം. പണമുണ്ടായ മാനം തിരിച്ചു വരും. കാശുള്ളവനെ മാത്രമേ ആളുകൾ ബഹുമാനിക്കൂ. അത്രയേ ഉള്ളൂ ഈ ലോകം. എനിക്കിപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് ചേച്ചി. എന്ത് പ്രതീക്ഷയാ നിനക്കുള്ളത്? നിന്നെയും കൊച്ചിനെ സ്വീകരിക്കാൻ അവൻ വരുമെന്നാണോ? ഞാനത് വേണ്ടെന്ന് വെച്ചതാ ചേച്ചി. എന്നെ ആ മനുഷ്യൻ ചതിച്ചിട്ട് കടന്നു കളഞ്ഞല്ല. ഞാനായിട്ട് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. എന്റെ പ്രതീക്ഷ ജോലിയാ. താമസിയാതെ ഞാൻ എഴുതിയ ടെസ്റ്റിന്റെ റിസൾട്ട് വരും. എന്ത് ടെസ്റ്റാ നീ എഴുതിയത്? ബാങ്ക് ടെസ്റ്റാ. നല്ല ശമ്പളമുള്ള ജോലിയാ. ആ ജോലി എന്റെ സ്വപ്നം മാത്രമൊന്നുമല്ല, എനിക്കത് ഉറപ്പായിട്ടും കിട്ടും. എന്നാ പിന്നെ നീ രക്ഷപ്പെടത്തില്ലേ? അതെന്റെ മാത്രം രക്ഷപ്പെടലാവില്ല, കാർത്തു ചേച്ചിയുടെയും കൂടിയാവും. ഒന്നാലോചിച്ച എന്റെയും കാർത്തു ചേച്ചിയുടെയും ജീവിതം തമ്മിൽ എന്ത് വ്യത്യാസമാ ഉള്ളത്? നമ്മൾ രണ്ടുപേരും രണ്ടർത്ഥത്തിൽ ഒറ്റപ്പെട്ടു പോയവരല്ലേ. ഇനി എന്നും കാർത്തു ചേച്ചി എന്റെ കൂടെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം എനിക്കുള്ളത്. നല്ല കഥ. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. ചേച്ചിക്കൊപ്പം വന്നിട്ട് കുറച്ചു നാളെ ആയുള്ളൂവെങ്കിലും കൂടെ നിൽക്കുമ്പോ
ഒരു ധൈര്യം തോന്നുന്നുണ്ട് എനിക്ക്. ഒരുപക്ഷെ ദൈവം എന്നെ ചേച്ചിയുടെ അടുത്ത് കൊണ്ട് എത്തിച്ചതാവാം. കാർത്തു ചേച്ചിയെ ഞാൻ എന്റെ കൂടപ്പിറപ്പായിട്ടാ കാണുന്നത്. വരും. സർ, ജെയിംസ് എപ്പോ എത്തി? അരമണിക്കൂറാവും. പെണ്ണിനൊരു പനിയുടെ ലക്ഷണമുണ്ട്. മരുന്ന് വാങ്ങി കൊടുക്കണം. ശരി സർ. നമസ്കാരം. അവക്കൊരു പനിയുടെ കോളുണ്ടെന്ന് ജെയിംസ് പറഞ്ഞു. വെളുപ്പാങ്കാലത്ത് തുടങ്ങിയതാ സാറേ, ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. സൂക്ഷിക്കണം. ആ, ജെയിംസ് ഇന്ന് ഇവിടെ ഉണ്ടാവണം. ഓക്കെ സർ. അവളവിടെ? ആ മുറിയിലുണ്ട്. പിന്നെ സാറേ, നേരം വെളുത്തിട്ട് ഒരു തുള്ളി വെള്ളം കീഴ്പോട്ട് ഇറക്കിയിട്ടില്ല. ഇന്നലെ രാത്രിയിലും പട്ടിണിയായിരുന്നു. നിങ്ങളെ പിന്നെ എന്തിനാ അവിടെ നിർത്തിയിരിക്കുന്നേ? ഞാൻ എന്ത് ചെയ്യാനാ സാറേ? നിങ്ങൾ കിച്ചണിലോട്ട് ചെല്ല്. ശരി. നിങ്ങൾ വാ. ഹലോ. തലപൊക്കടി. നിന്നോടല്ലടി പറഞ്ഞേ. ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കടി. ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഫൈസി പ്ലീസ്, കുറച്ച് ദയ കാണിക്കാതെ എന്നോട്. നിങ്ങളൊന്ന് പുറത്തേക്ക് പോ പ്ലീസ്. എന്താ മോടെ പേര്? ചേച്ചിയോട് പറ. അമ്മാളു. നല്ല പേരല്ലേ? എവിടെ അമ്മാളുടെ നാട്? എന്താ ഒന്നും മിണ്ടാത്തെ? തിരുനെൽവേലി. ആരാ നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ? കരയാതെ പറ മോളെ. നീ പ്രസവിച്ചിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് കുഞ്ഞിനെ വേണ്ടേ? അതെന്താ? നീ അതിന്റെ അമ്മയല്ലേ? എനിക്കിത് കുഴന്ത വേണം. കുഞ്ഞിനെ നിനക്ക് വേണ്ടെങ്കിൽ മക്കളില്ലാത്ത ആർക്കെങ്കിലും കൊടുത്താലോ? എനിക്ക് വേണം. നീ ജീവിക്കണം. നിനക്ക് ജീവിക്കാനുള്ള സാഹചര്യമൊക്കെ ചേച്ചി ഉണ്ടാക്കിത്തരാം. ഇനി ഒരാൾ നിന്നെ കടിച്ചു കയറാൻ വരില്ല. ആദ്യം നിന്റെ പ്രസവം നടക്കട്ടെ. നിന്റെ വീട്ടിൽ നിന്ന് ആരും അന്വേഷിച്ചു വന്നില്ലേ? അതെന്താ, നിനക്ക് ബന്ധുക്കളാരുമില്ലേ? എന്നെ വിത്തത്. മോള് കൃത്യസമയത്ത് ആഹാരം കഴിക്കണം. നിന്റെ പ്രസവം കഴിയുമ്പോൾ ഞാൻ വരാം. വെറുതെ പറഞ്ഞല്ല ചേച്ചി. നിനക്കൊരു തൊഴിൽ ഞാൻ കണ്ടെത്തി തരാം. മറ്റ് സ്ത്രീകളെ പോലെ അന്തസ്സായി നിനക്കും ജീവിക്കാം. ഞങ്ങൾ വീണ്ടും വരും. വെളിച്ചമുള്ള ലോകത്തേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും. ഇക്കാര്യത്തിൽ സുധി ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എന്തിനായാലും ഞാൻ കൂടെയുണ്ട്. ധൈര്യമാണ് ഇനി വേണ്ടത്. ആ, നിരഞ്ജന വന്നല്ലോ. ഇനി നമുക്കൊരു കോഫി കുടിച്ച് പിരിയാം. എന്താ? അത് പിന്നീടാവാം. ഞാൻ വണ്ടി പോലും എടുക്കാതെ ഇങ്ങോട്ട് വന്നത് അച്ഛനെ പേടിച്ചിട്ടാ. വിശ്വനാഥൻ സാർ എന്തായാലും വേട്ടയ്ക്കിറങ്ങും, അത് ഉറപ്പാ. ഹേമേന്ദ്രൻ സാറിനെ വെച്ചായിരിക്കും ഇനി ഓപ്പറേഷൻ. കാടിളക്കി അന്വേഷിച്ച് നടക്കട്ടെ. അതുതന്നെയാ ഞാനും കാണാൻ കൊതിക്കുന്നത്. ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ആരോഗ്യം ആ കുട്ടിക്കുണ്ടോ ഫൈസി? കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഡെലിവറി ഒരു പ്രശ്നമായിട്ട് കാണണ്ട. ഡേറ്റിന് മുമ്പ് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കാം. അതോർത്തിട്ട് നിരഞ്ജന ടെൻഷനേ ആവണ്ട. ഇക്കാര്യത്തിൽ നല്ല കരുതൽ വേണം ഫൈസി. ഇപ്പൊ ഞങ്ങളൊരു നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുക. എനിക്കതറിയില്ല. ഈ കാര്യത്തിൽ എനിക്ക് ഒരു പാളിച്ചയും പറ്റില്ല. അങ്ങനെ സംഭവിച്ചാൽ ഫൈസി പിന്നെ നിങ്ങളുടെ മുന്നിൽ വരില്ല. എന്നാ പിന്നെ നമുക്കിറങ്ങാം. വാ.
എന്താ ചേച്ചി, സുഖമില്ലേ? ഒരു പനിക്കോളാന്ന് തോന്നുന്നു. ദേഹത്ത് മൊത്തം ഒരു വേദന. ദൈവമേ, നല്ല ചൂടുണ്ടല്ലോ. ചേച്ചി ആംബ്രോസ് ചേട്ടനെ ഒന്ന് വിളിക്ക്. ഹോസ്പിറ്റലിൽ പോയാൽ കുറയും. ഓ, അതിന്റെ ഒന്നും കാര്യമില്ല. ഞാനൊരു ചുക്ക് കാപ്പി ഇട്ട് കുടിച്ചു. ഒന്ന് വിയർത്ത പനി അങ്ങ് പോകും. ചേച്ചി എന്തിനാ കാപ്പി ഇടാൻ പോയത്? എന്നോട് പറയായിരുന്നില്ലേ? ഓ, എനിക്ക് അതിനു വേണ്ടി കുഴപ്പമൊന്നുമില്ല. അതാരാ? കാർത്ത ചേച്ചി. അതാ അടുത്ത വീട്ടിലെ പെൺകൊച്ച. എന്താ ചേച്ചി, സുഖമില്ലേ? ഓ, ഒരു ചെറിയ പനി. നീ ഇന്ന് പഠിക്കാൻ പോയില്ലേ? ഇല്ല. ആ, ഇതാരാ ചേച്ചി? ഇതേ എന്റെ ഒരു ബന്ധുവാ. എന്താ മോളുടെ പേര്? ഇന്ദുന. എന്റെ പേര് അർച്ചന. മോൾ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? +2 കഴിഞ്ഞു. ഇപ്പൊ കമ്പ്യൂട്ടർ പഠിക്കുക. എവിടെ? ആര്യങ്കാവിൽ. അർച്ചന ചേച്ചിയുടെ നാടെവിടാ? അല്ല, അവള് മുംബൈന്ന് വരുവാ. പ്രസവത്തിന് വന്നതാ മോളെ. ഭർത്താവിന് അവിടെയാണോ ജോലി? അതെ, പുള്ളിക്കാരൻ ഡെലിവറി സമയത്ത് വരും. എന്തായാലും എനിക്ക് മിണ്ടാനും പറയാനും ഒരാളായി. കുറച്ചു ദിവസം അർച്ചന ചേച്ചി ഇവിടെ ഉണ്ടാവുമല്ലോ. അതെ, അവളിവിടെ ചുമ്മാതിരിക്കല്ല കൊച്ചു വർത്താനം പറഞ്ഞിരിക്കാൻ. അവളൊരു ടെസ്റ്റിന് പഠിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ മോളിങ്ങോട്ട് വാ. എന്നാ ഞാൻ പോട്ടെ. ഉം. അതെ, ആ പെണ്ണിനോട് വലിയ ലോകിയൊന്നും നീ കാണിക്കണ്ട. ഇവിടെ നീ വന്ന എന്തിനാന്നറിയാലോ. കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനാ നോക്കേണ്ടത്. ശബരിയെ ഇതുവരെയും കാണാൻ പറ്റിയില്ല. അവന്റെ സ്വഭാവത്തിൽ വല്ല മാറ്റമുണ്ടോ? അതുപോലൊക്കെ തന്നെ ഇപ്പോഴും. പിന്നെ SI സെലക്ഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ, അത് അവന് ചേരുന്ന പണിയാ. നീ എന്താ നിരഞ്ജനയെ വീട്ടിൽ വരാത്തത്? അവളുടെ തിരക്ക് തന്നെ കാരണം. അതാ ഞാൻ പറഞ്ഞത്, സിംഗപ്പൂർ യാത്രയൊക്കെ നടക്കാത്ത സ്വപ്നമാണെന്ന്. നിങ്ങളെ കൊണ്ടുപോയി ഒന്ന് ട്രീറ്റ് ചെയ്യാന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. അത് പിന്നെ ഇനി അടുത്ത കാലത്തൊന്നും അത് നടക്കില്ല ആകാശേ. അവള് പ്രഗ്നന്റാ. കൊള്ളാലോ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യുടാ. ഇത് പ്ലാനിങ് ഇല്ലാതെ സംഭവിച്ചതല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വരുന്നതിന്റെ ആവശ്യം നിരഞ്ജനയ്ക്ക് ബോധ്യമായി കാണും. നീ പറഞ്ഞത് ശരിയാ. അവൾക്ക് ബുദ്ധിയുണ്ട്. നിന്റെ മനസ്സിൽ ഇപ്പോഴും അർച്ചനുണ്ടെന്ന് അവൾക്കറിയാം. അതൊന്നും അല്ലടാ, എനിക്ക് തോന്നി അത് വേണമെന്ന്. ഭാര്യയുടെ മുമ്പിൽ നിരാശാകാമുകനായിട്ട് ജീവിക്കാൻ പാടില്ലല്ലോ. കറക്റ്റ്. 4-5 മാസം കഴിയുമ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകാനാ നിരഞ്ജനയുടെ ആഗ്രഹം. അത് വേണല്ലോ. എനിക്കെന്തോ അവിടെ ചെന്ന് നിൽക്കാൻ ബുദ്ധിമുട്ടാ. ഓ, അഭിമാനം. എന്താ അത് വേണ്ടടാ? അല്ല, നീ എന്നെ സിംഗപ്പൂരിലേക്ക് ക്ഷണിച്ചില്ലേ? യെസ്. നിരഞ്ജന അവളുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ഏതാണ്ട് ഒറ്റപ്പെട്ടതുപോലെ ആവും. നിന്റെ ക്ഷണം സ്വീകരിച്ചാലോ എന്നൊരു തോന്നലുണ്ട്. ഗുഡ് ഐഡിയ. ഇനി എന്തായാലും അടുത്ത കാലത്തൊന്നും നിങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റില്ല. പ്രസവമായി കുഞ്ഞായി അതങ്ങ് നീണ്ടുപോകും. നീ വരുമെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം ഞാനായിരിക്കും. ഞങ്ങളുടെ വിവാഹത്തിന് നീ എൻ്റെ കൂടെ കാണുമല്ലോ. ഒരു ചേഞ്ച് വേണമെന്ന് എനിക്കും തോന്നി. ഞാൻ വരും. നീ നിരഞ്ജനയോട് സംസാരിക്കുക. അവള് നീരസമൊന്നും കാണിക്കില്ല. എങ്കിൽ നിന്നെ ഞാൻ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോകും. എഴുന്നേറ്റിരിക്കാൻ പറ്റുമോ? വയ്യ, തല പൊങ്ങിട്ട് വേണ്ടേ? ഒന്ന് എണീക്കാൻ നോക്ക് ചേച്ചി. അയ്യോ, നീ എന്നെ പിടിക്കണ്ട, നിനക്കും കൂടെ പനി പിടിക്കും. അയ്യോ, എന്ന് പറഞ്ഞ് കിടന്നാലൊന്നും പറ്റത്തില്ല. എഴുന്നേറ്റേ. ദാ കുറച്ച് ചൂട് കഞ്ഞി കുടിച്ചാ നല്ല ആശ്വാസം കിട്ടും. എഴുന്നേക്ക്, വാ.
ദാ, ഇങ്ങോട്ടിരിക്കും. നീ എന്തിനാ അടുക്കള കയറിയത്? ഭക്ഷണം മേടിച്ചോണ്ട് വരാൻ ഞാൻ ആംബ്രോസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുക്കള കയറിയതേ ചേച്ചിക്ക് കഞ്ഞി ഉണ്ടാക്കാനാ. ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ ചേച്ചിക്ക് കഴിയോ? മതി മതി. കുട്ടികളെ പോലെ ശാഠ്യം പിടിക്കാതെ വാ തുറന്നേ. വേണ്ട. ഇവിടുന്ന് എഴുന്നേക്കുന്നത് വരെ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ആംബ്രോസ് ചേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. അവൻ നിനക്കുള്ള ചോറും കൊണ്ടേ വരും. അതൊന്നും വേണ്ടായിരുന്നു. കഞ്ഞിയും ചമ്മന്തിയും ഞാൻ ഉണ്ടാക്കിയില്ലേ. നിന്നെ നോക്കാൻ കൊണ്ടുവന്നിട്ട് എന്നെ ശുശ്രൂഷിക്കുന്ന വഴി വന്നല്ലേ. ഇതൊരു പനിയല്ലേ എന്റെ ചേച്ചി. എങ്ങനെയുണ്ട് ചേച്ചി? ഒരു കുറവുമില്ല. ആ, ആംബ്രോസ് ചേട്ടൻ ടാബ്ലറ്റ് വാങ്ങിയായിരുന്നു. വാങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞ കേക്കില്ല. എന്റെ അറിവിൽ കാർത്തു ചേച്ചി ഇതുവരെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ കേട്ടിട്ടില്ല. മതി, ഞാനൊന്ന് കിടക്കട്ടെ. ഇത് മുഴുവൻ കഴിച്ചിട്ട് കിടന്നാ മതി. വേണ്ട. ആ, വാ തുറക്ക. മതി. ചേട്ടാ, ആ വെള്ളം ഇങ്ങെടുത്ത്. മോളൊരു കാര്യം ചെയ്, പോയി ഊണ് കഴിക്കും. ആ, ഇതാ ചോറ്. ചെല്ല്, പോയി കഴിക്കേ. മനസ്സലിവുള്ള പെണ്ണാവണം. മനസ്സത്രയ്ക്കൊന്നും അലിയണ്ട. കണ്ണ് തെറ്റിയാലേ അവള് കടന്നു കളയും. ഹോസ്പിറ്റലിൽ പോവാൻ അവള് നിർബന്ധിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ അങ്ങോട്ട് പോയാൽ അവൾക്ക് ഇവിടുന്ന് ചാടിപ്പോവാം. ഈ സുതി എന്താ അളി എങ്ങനെ? കല്യാണം കഴിഞ്ഞോടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചെന്ന് ഞാൻ കരുതിയത്. അവൻ കരുതി വെച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ? കല്യാണം വേണ്ടെന്ന് വെച്ച് എന്നോട് കണക്ക് തീർക്കാനല്ല അവൻ ശ്രമിച്ചത്. കല്യാണം കഴിച്ച് കണക്ക് തീർക്കാനാ. നിരഞ്ജൻ അവന്റെ കയ്യിലെ പാവയായതാ എനിക്ക് വിഷമം. അറിവുള്ള പെണ്ണല്ലേ അവള്. അവർ തമ്മിൽ എന്തോ ധാരണയുണ്ട്. അർച്ചനയെക്കുറിച്ച് അവൻ അവളോട് പറഞ്ഞതിൽ നിന്ന് അത് വ്യക്തമല്ലേ? മറ്റൊരു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി സ്വീകരിക്കാൻ ഒരു പെണ്ണും തയ്യാറാവില്ല. അങ്ങനെ ഒരു ചിന്ത എന്റെയും ജയന്തിയുടെ മനസ്സിലുണ്ട്. ഒരു ചോരക്കുഞ്ഞിനെ അവള് കൈയേക്കുന്നത് അതിനെ വളർത്തിയെടുക്കുന്ന നിസ്സാര കാര്യമാണോ? നിരഞ്ജന പ്രസവിച്ച കുഞ്ഞെന്നാ വരുത്തി തീർക്കാൻ പോകുന്നത്. എന്താ നടരാജ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സുധി നിരഞ്ജനും തമ്മിലുള്ള ഒത്തുകളി അല്ലാതെന്താ? ചിലപ്പോ അളിയനെ കുറച്ചു ദിവസത്തേക്ക് വരട്ടാനുള്ള തന്ത്രവും. അതൊന്നും അല്ല. എന്നെ ടെൻഷൻ അടുപ്പിച്ചിട്ട് അവരെന്ത് നേടാനാ? നടരാജൻ ചെന്ന് അർച്ചനയെ കണ്ടതല്ലേ? ആ പെണ്ണിനെ വെച്ച് രാജപ്പൻ നമ്മളെ പറ്റിക്കുകയാണോ? ഗർഭം കള്ളക്കഥയാണെന്നാണോ അളിയൻ പറഞ്ഞു വരുന്നത്? അല്ലെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ആ പെണ്ണിന് രാജപ്പൻ ബ്രെയിൻ വാഷ് ചെയ്താ പോരെ? അവർക്ക് വീടായി, ഭൂമിയായി, പിന്നെ കുറെ കാശും കിട്ടി. എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അർച്ചന പ്രഗ്നന്റ് തന്നെയാണ്. രാജപ്പൻ ഇക്കാര്യത്തിൽ ഒരു കള്ളക്കളി നടത്തിയിട്ടില്ല. നടരാജൻ അർച്ചനയെ കാണുമ്പോ ഗർഭത്തിന്റെ വല്ല ലക്ഷണം അവക്കുണ്ടോ? അതൊന്നുമില്ല. 3 or 4 മാസത്തിലായിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അളിയൻ സംശയിക്കണ്ട. അർച്ചന പ്രഗ്നന്റ് തന്നെയാണ്. ഏതോ പെണ്ണിന് അവിഹിതത്തിൽ പറഞ്ഞ കുഞ്ഞിനെ തറവാട്ടി കയറ്റി പക വീട്ടാമെന്ന് എന്റെ മകൻ കരുതണ്ട. സുധി ഒരു കല്യാണം കഴിച്ചില്ലെങ്കിലും എനിക്കൊരു ചുക്കൂരെന്ന് കരുതിയവനാ ഞാൻ. പിന്നെയാ ഒരു അനാഥ കുഞ്ഞ്. അതിന്റെ പേരിൽ സുധിയുടെയും നിരഞ്ജനയുടെയും ജീവിതം തകർന്നാലും ഞാൻ വിഷമിക്കില്ല.
എനിക്കിനി ഒന്നും നോക്കാനില്ല. അവന്റെ കള്ളക്കളി ഞാൻ പൊളിക്കാൻ പോവുക. സുധിയിൽ നിന്നും അർച്ചന പ്രഗ്നന്റായ വിവരം ഞാൻ നിരഞ്ജനെ അറിയിക്കും. അതല്ലാതെ എന്റെ മുന്നിൽ ഇനി വേറെ വഴിയില്ല. അത് അവൾ അവനോട് പറയില്ലേ? പറയണം. അവന്റെ ആ പിടച്ചിൽ എനിക്ക് കാണണം. തോറ്റു കൊടുക്കില്ല വിശ്വനാഥൻ. കുറച്ച് കട്ടൻ കാപ്പി എടുക്കട്ടെ? വേണ്ട, മോള് പോയി കിടക്ക. മണി 10 കഴിഞ്ഞില്ലേ? കിടന്നാലും ഉറക്കമൊന്നും വരില്ല ചേച്ചി. അതെന്താ ഉറക്കം വരാത്തെ? എനിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയും? നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു നിശ്ചയവുമില്ല. ജീവിതത്തിൽ ആരുടെ കാര്യത്തിലാ നിശ്ചയമുള്ളത്? അതുപോലെയാണോ എന്റെ കാര്യം? ഒരു കുഞ്ഞിനെ പ്രസവിച്ച് മറ്റാർക്കോ കൈമാറേണ്ട വിധിയല്ല എന്റേത്. നിനക്ക് അതിനെ വളർത്താൻ പറ്റില്ലെന്ന് അറിയില്ലേ? എന്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവില്ല. എനിക്കതിന് കഴിയില്ല ചേച്ചി. ഇനിയുള്ള എന്റെ ജീവിതത്തിൽ കൂട്ടായിട്ടൊരു കുഞ്ഞു വേണ്ടേ? പ്രസവിച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് എനിക്ക് എങ്ങനെ തനിച്ച് ജീവിക്കാൻ കഴിയും? അപ്പോ കുഞ്ഞിനെ നീ SP-ക്ക് കൊടുക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? എനിക്ക് മാത്രം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ? ഒരു കുഞ്ഞില്ലാത്തതിന്റെ സങ്കടം ചേച്ചിയുടെ മനസ്സിലില്ലേ? ഇല്ലെന്ന് പറഞ്ഞ ഞാൻ വിശ്വസിക്കില്ല. പ്രസവിക്കാതിരുന്ന ചേച്ചിയുടെ മനസ്സിലതുണ്ടെങ്കിൽ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കുന്ന എന്റെ കാര്യം ഞാൻ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണെന്ന് ചേച്ചിക്ക് ഊഹിച്ചൂടെ? 10 മാസം എന്റെ കൂടെ കഴിഞ്ഞ കുഞ്ഞിനെ കണ്ണു നിറയൊന്ന് കാണുന്നതിന് മുമ്പ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ സുധിയെ വിട്ടുകൊടുക്കാൻ വരെ ഞാൻ തയ്യാറായതല്ലേ ചേച്ചി? എന്നിട്ടും അവരെന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഒരു കാലത്തും എന്റെ കുഞ്ഞിനോട് അതിന്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ എനിക്ക് സുധിയെ ഒന്ന് വിളിച്ചൂടെ? ഞാനതിന് തയ്യാറായില്ലല്ലോ.